പൂഞ്ഞാറിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് തന്റെ പ്രധാന അജണ്ട എന്ന് UDF സ്ഥാനാർത്ഥി ജോർജ് കുട്ടി അഗസ്തി കാഞ്ഞിരപ്പള്ളി മീഡിയ സെന്ററിൽ വെച്ച് നടത്തിയ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പറഞ്ഞു. വിവാദങ്ങളില്ലാത്ത വികസനം, അതാണ് തന്റെ മുദ്രാവാക്യം. ജോർജ് കുട്ടി പറഞ്ഞു. അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അത് വിവാദങ്ങളില്ലാത്ത വികസനം. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള വ്യക്തമായ കർമ്മ പരിപാടികൾ അടിയന്തരമായി ഉണ്ടാക്കും. ഇതുവരെ നല്ലൊരു കുടിവെള്ള പദ്ധതി പോലും മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. കുടിവെള്ളക്ഷാമം 30 വർഷമായിട്ടും ഇത്രയും വർഷമായിട്ടും പരിഹരിക്കപ്പെടാൻ പറ്റാതെ കിടക്കുന്ന കുടിവെള്ളക്ഷാമം ഒരു നല്ലൊരു പദ്ധതി പോലും നമുക്ക് ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കർമ്മപരിപാടികൾ, വ്യക്തമായ കർമ്മപരിപാടികൾ ഉണ്ടായിരിക്കും. ഈരാറ്റുപേട്ട കേന്ദ്രമാക്കി പൂഞ്ഞാർ താലൂക്ക് ഉണ്ടാക്കുവാൻ പരിശ്രമിക്കും. അവിടെ ജനങ്ങളുടെ സൗകര്യത്തിനായി അടിയന്തരമായി സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കുവാനും ശ്രമിക്കും. ജോർജ് കുട്ടി പറഞ്ഞു. യുവജനങ്ങളെ തൊഴിൽ മേഖലയിൽ സജ്ജരാക്കുവാനുള്ള നൂതന വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവരും. ജോർജ് കുട്ടിയുടെ മറ്റൊരു യുവജനങ്ങൾ അവരെ തൊഴിൽ മേഖലയിൽ സജ്ജരാക്കാൻ വേണ്ടിയിട്ടുള്ള നൂതന വിദ്യാഭ്യാസ പദ്ധതി, നമ്മുടെ കുട്ടികളെ അവരുടെ സർവേ ചെയ്യാൻ അവരുടെ ശേഷി കണ്ടെത്തി അവരുടെ 21 വയസ്സാകുമ്പോഴേക്ക് ഒരു തൊഴിൽ ചെയ്യാൻ പ്രാപ്തനാക്കുക, പ്രാപ്തിയാക്കുക. അതാണ് നമ്മുടെ ഈരാറ്റുപേട്ടയിലെ മുസ്ലിം മോസ്കുകളെയും പള്ളികളെയും തിരുവേലിയിലെ അമ്പലങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സ്പിരിച്വൽ ടൂറിസം അഥവാ വിവിധ മതവിഭാഗങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദി ഒരുക്കും. അവിടെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാം, ഒരു മതമൈക്യയുടെ പള്ളികളും മോസ്കുകളും അമ്പലങ്ങളും ഒക്കെ കൈകോർക്കുന്നത്. ഇവിടെയാണെങ്കിലും തിരുവേലി എന്ന് പറയുന്നത് ശബരിമലയുടെ കവാടം. സ്പിരിച്വൽ ടൂറിസം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ആത്മീയ മേഖലയിൽ ആൾക്കാർ കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ എല്ലാവരും വരിക, അറിവുകൾ പങ്കുവെക്കുക, അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം നമുക്കുണ്ടാവും. തിരുവേലി ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് സ്വപ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായ പരിശ്രമം എന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പൊതുജനാരോഗ്യ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഗവൺമെന്റ് ആശുപത്രികളെ സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിൽ ഉള്ള ആശുപത്രികളാക്കി മാറ്റുവാൻ പരിശ്രമിക്കും. അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. രോഗപ്രതിരോധ രംഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കും. ത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കും. അവരെ ബോധവൽക്കരണം നടത്തും. മയക്കുമരുന്നുകളുടെ ലഭ്യത കുറയ്ക്കുവാൻ തന്നെ കൊണ്ട് ആവുന്നു ചെയ്യും. ജോർജ് കുട്ടി വാഗ്ദാനം ചെയ്തു. അവരെ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുക. 2 സാമൂഹ്യ ബോധവൽക്കരണം നൽകുക. കോളേജുകള്, സാംസ്കാരിക സ്ഥാപനങ്ങള്, കുടുംബശ്രീകള്, അയൽക്കൂട്ടങ്ങള്, SNGകള് അവിടെ സമഗ്രമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് 3 ഇതിന്റെ ലഭ്യത കുറയ്ക്കുക. അങ്ങനെയുള്ള ഒരു കർമ്മപരിപാടി എന്റെ ഭാഗത്തുനിന്ന് സ്വപ്നം കാണുന്നു. മതമേഖലയുടെയും വിശ്വസാഹോദര്യത്തിന്റെയും ഭാഗമായി വളരെ ചെറുപ്പം മുതൽ ഇവിടെ പ്രവർത്തനം തുടങ്ങിയ എനിക്ക് ഈ വേദി വന്നത് ഒരു സന്ദേശമാകുന്നതാണ്. ഒരു ദൈവമായി ഞാൻ കണക്കാക്കുന്നു. തനിക്കെതിരായി സോഷ്യൽ മീഡിയയിൽ മോശമായി പ്രചരിപ്പിക്കുന്നവരെ ജോർജ് കുട്ടി അഗസ്തി നിശിതമായി വിമർശിച്ചു. സാംസ്കാരിക അപജയം ബാധിച്ചവർ ചെയ്യുന്ന അത്തരം അക്രമങ്ങൾ നിയമം കൊണ്ട് മാത്രം നിയന്ത്രിക്കുവാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു. താൻ ഒരു മത മൗലികവാദിയല്ലെന്നും മറ്റൊരു മതത്തെ നിഷേധിക്കുന്ന തരത്തിലുള്ള ആത്മീയത അല്ല തന്റേതെന്നും എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ ഒരുപോലെ സ്വീകരിക്കുന്നതാണ് തന്റെ സ്വഭാവമെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയുടെ ആധികാരികത വേണ്ടി ചോദ്യം ചെയ്തു. അതാണ് നമ്മുടെ ഇന്ത്യക്ക് വലിയ സങ്കടം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് SNDP യോഗം എന്നെ 8 വർഷമായിട്ട് അവിടെ യുവാവുകളുടെ സെമിനാറിൽ ക്ഷണിക്കുന്നു? എന്തുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റി അവിടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് ഫോർമേഷൻ നൽകാൻ എന്നെ ശ്രമിക്കുന്നു? എന്തുകൊണ്ട് നവീനത്തിൽ എന്നെ പ്രഭാഷകനായി മുഖലേക്ക് വിളിച്ചു? പക്ഷേ ഞാനൊന്ന് വിശ്വസിക്കുന്നത് നിയമം കൊണ്ട് നിരോധിക്കാൻ പറ്റുന്നതല്ല ഇത്. മനുഷ്യ മനസ്സിന്റെ മാറ്റത്തിലൂടെ മാത്രമേ ഈ മാറ്റാൻ പറ്റൂ. ഒരു സാംസ്കാരിക അവധിയോട് ഞാൻ പറയും. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്യാരക്ടർ അസാസിനേഷൻ
നന്മയുടെ ഭാഗം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയെ അതിന്റെ ഉള്ളിൽ തിരികെ ഉണ്ടാക്കി തളർത്താൻ ശ്രമിക്കുക. ഞാനൊരു മതമൗലികവാദിയല്ല. അങ്ങനെ ഒരു പ്രചരണം ആരെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ അതിനകത്തൊരു താല്പര്യമുണ്ട്. എന്താ സൗഹാർദ്ദങ്ങൾ വളർത്തുക. അവരോട് ഞാൻ ഒരു ക്ഷമിക്കും. അതെനിക്ക് പറഞ്ഞു. എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് സൃഷ്ടിക്കാണ്. ഞാൻ ഒന്നും നിഷേധിക്കപ്പെടാൻ ഈ ഭൂമിയുടെ പ്രതിനിധിയുള്ളത്. നിഷേധത്തിന്റെ ആത്മീയത അല്ലേറ്റത്. PC തോമസ് ഈ പ്രാവശ്യം മത്സരിക്കാനില്ലാത്തത് അദ്ദേഹത്തിന്റെ സ്വകാര്യ പ്രശ്നങ്ങൾ മൂലമാണെന്നും അതിൽ രാഷ്ട്രീയം ഒന്നും തന്നെ ഇല്ല എന്നും അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. PC തോമസ് പറയുകയാൽ ഞങ്ങൾ ഇവിടെ അടുപ്പം ഒരാളായിരുന്നു. ആളാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച നടത്തിയിട്ടുണ്ട്. മത്സരത്തിൽ യഥാർത്ഥത്തിന്റെ അറിവ് ശരിയാണെങ്കിൽ മറ്റൊരു ലാഭമാണ് വിവരമായ എന്റെ മേലെ രാഷ്ട്രീയം മാത്രമാണെന്നും രാഷ്ട്രീയമെല്ലാം വരാമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിൽ UDF-ന് എതിരായി റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടി വന്നത് അന്ന് താൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നുവെന്നും അതിൽ തനിക്ക് ദുഃഖമുണ്ട് എന്നും ജോർജ് കുട്ടി അഗസ്തി പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടി PC തോമസ് കേരള കോൺഗ്രസ് നേതൃത്വം പാർട്ടിയുമായി ധാരണയാകുകയും അന്ന് എതിർപക്ഷ കാലത്തുണ്ടായിരുന്നപ്പോൾ പാർട്ടിയുടെ ജില്ലാ സംഘങ്ങളിൽ എന്നോട് മത്സരിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ പൂർത്തിയായില്ല. ഇങ്ങനെ പൂർത്തിയാകാവുന്നപ്പോൾ കുഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും രണ്ടിൽ ഒന്നും എങ്കിലും കേരള കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടാമെന്നൊരു നിർദ്ദേശം നടക്കാവുന്ന സമയത്ത് എതിർപക്ഷ സമഗ്ര രാഷ്ട്രീയമാണ് എന്ന സാഹചര്യം പ്രഖ്യാപിച്ചത്. ഞാൻ അനുസരിച്ചത് ജോസഫ് പാർട്ടിക്കെതിരായിട്ടല്ല, ഐക്യ ജനാധിപത്യത്തിനെതിരായിട്ടല്ല, ഇടതുപക്ഷ ജനാധിപത്യങ്ങളിലെ ഘടകകക്ഷി സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ ആക്രമിക്കാനായിട്ട് മത്സരിച്ചത് തിരിച്ചറിയാൻ തീർച്ചയായിരുന്നു. ശരിക്കും അവർക്കത് സമ്മതമാവുന്ന അവസ്ഥയാണ്, എവിടെപ്പോകുന്ന അവസ്ഥയാണ്. ജോർജ് വ്യത്യാസങ്ങളുടെ വ്യക്തി അത് അംഗീകരിച്ചിരുന്നില്ല. തികഞ്ഞ വിജയപ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും ജോർജ് കുട്ടി അഗസ്തി പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി ന്യൂസ്.